ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറയിലെ അതിമനോഹരമായ കായലോര ദൃശ്യമാണിത്. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നാടിൻ്റെ വികസനത്തിനായി നാം പരിശ്രമിക്കേണ്ട സമയം ആണിത്. കായലോര ടൂറിസം പദ്ധതിയെക്കുറിച്ച് ജനങ്ങളിൽ എത്തിക്കുവാനും നമ്മുടെ കായലോരത്തെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാനുമായുള്ള ഈ യാത്രയിൽ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് കായലോര ടൂറിസം എങ്ങനെ നടപ്പിലാക്കും, അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഈ യാത്രയിൽ മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കും സഞ്ചരിക്കാം. അതിമനോഹരമായ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കാൻ കഴിയും. മുൻകാലങ്ങളിൽ നാളികേരത്തിന് പേരുകേട്ട ഒരു ഗ്രാമപ്രദേശമായിരുന്നു. അതിൻ്റെ തെളിവാണ് അമ്പരചുംബികളായ തെങ്ങുകൾ. കായ് ഫലമില്ലാത്ത ഈ തെങ്ങുകൾ മുറിച്ച് കഷണങ്ങളാക്കി തമിഴ്നാട്ടിലേക്ക് കയറ്റി അയക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമായി തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞ് തേങ്ങയുടെ വില കുതിച്ചുയർന്നു. വെളിച്ചെണ്ണ ഇപ്പോൾ കിലോഗ്രാമിന് 500 രൂപയായി ഉയർന്നു. തേങ്ങയ്ക്കായി തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട ഗതികേടാണ് കേരളത്തിനുള്ളത്. നമുക്കിവിടെ കൃഷിഭവനും കൃഷി ഓഫീസറുമൊക്കെ ഉണ്ട്. എന്നാൽ ഒരു തെങ്ങ് പോലും വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നില്ല. ആ കാണുന്നത് മാടൻവിളയും അടൂരുമായി ബന്ധിച്ചുള്ള പാലമാണ്. രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ കയ്യിൽ ഒരു ടോർച്ച് ലൈറ്റ് എടുത്തിട്ട് വേണം പാലത്തിന് മുകളിലൂടെ യാത്ര ചെയ്യാൻ. പാലത്തിന് മുകളിലുള്ള ലൈറ്റ് കത്താതായിട്ട് വർഷങ്ങളായി. അത് ശ്രദ്ധിക്കാനൊന്നുമുള്ള സമയം പഞ്ചായത്തിനില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിമനോഹരമായ കായലോര ദൃശ്യങ്ങൾ കണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. കായലോര ടൂറിസം പ്രാദേശിക സമൂഹങ്ങൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ നൽകുന്നുണ്ട്. ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കും കരകൗശല വസ്തുക്കൾക്കും വിപണി കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ സാംസ്കാരിക വിനിമയത്തിനും പ്രാദേശിക പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സഹായകമാണ്. ഇതാണ് മനോഹരമായ കഠിനംകുളം കായൽ. ഇതിന് വളരെ വീതിയുള്ള ഒരു കായലായിരുന്നു. ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഒഴുകി ഒഴുകി വീതി കുറഞ്ഞ് കാണാം. അത് ചില ഉദ്യോഗസ്ഥരുടെ പോക്കറ്റ് നിറഞ്ഞത് കൊണ്ടാകാം അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. കയർ വ്യവസായ രംഗത്ത് വളരെ പേരുകേട്ട ഗ്രാമമായിരുന്നു. കായലിൻ്റെ ഓരങ്ങളിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാം. കയർ വ്യവസായം നിലച്ചതോടെ തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ട തൊഴിലാളികൾ ഒത്തിരി നമ്മുടെ ഗ്രാമത്തിലുണ്ട്. ഇന്ന് ഈ ഗ്രാമത്തിൻ്റെ വരുമാന മാർഗം മത്സ്യസമ്പത്താണ്. അതും നാളുകളായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു.